യാദൃച്ഛികമാണ്. പക്ഷെ എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ ഫോളോ അപ്പ് ചെയ്ത് ശിവൻകുട്ടി സാറ് ഇങ്ങനെ ഒരു ടീമുമായിട്ട് എന്റെ ഷോപ്പിലേക്ക് വന്ന്, എനിക്ക് മുണ്ടക്കയത്തൊരു ഷോപ്പാണ്. പക്ഷെ ഞാൻ വളരെ മനോഹരമായിട്ട് നിന്ന് കേട്ടു, ഒരു കാതിൽ കൂടി മറുകാതിൽ കൂടി കളഞ്ഞു. കാരണം എന്താ വെച്ച് ഞാൻ ഇതിനു മുമ്പ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്തതാണ്. എനിക്കൊരു 5 ലക്ഷം രൂപ ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഓഫീസൊക്കെ ഇട്ട് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ അവസരം വരുന്നത്. എന്തായാലും അവരെന്നെ വിട്ടു കളഞ്ഞില്ല, എന്റെ വീട്ടിലേക്ക് വന്നു. കാരണം എന്നാന്ന് വെച്ചാൽ എന്റെ അമ്മച്ചിക്ക് ഷുഗർ വന്ന് ഒരു കാര പോലെ ഒരു ഞൊണല് വന്നതാ. പക്ഷെ അത് ഒന്നൊന്നായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സൂചി കണ്ടെടുക്കാനുള്ള തുമ്പ ഉണ്ടാവും എന്ന് പറഞ്ഞാല് ആ ഒരു വിരലെ തുടങ്ങിയതാണ്. അമ്മച്ചിയുടെ 5 വിരലും കളഞ്ഞു, കാലിന്റെ പത്തിയുടെ പകുതി പോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇവരെന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വന്ന സമയത്ത് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും വന്നവരെ നമ്മൾ തിരസ്കരിച്ചില്ല, നമുക്ക് ദൈവാനുഗ്രഹം ഉള്ളവരാണ്, അതുകൊണ്ടാണ് കയറിയിരുന്നു. അമ്മച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കൊരു ചാമ്പി തൈലം മാത്രം, ഒരു വൂണ്ടഹീലും മാത്രമാണ് തന്നത്. എന്തായാലും ഇതിന്റെ ഒരു താക്കോൽ ദാരമാണ് നമ്മുടെ ചാമ്പി തൈലവും വൂണ്ട് ക്രീമും. എന്തായാലും ഇവര് പറഞ്ഞ പ്രകാരം നമ്മൾ ആ സാധനം ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചു. ചാമ്പി തൈലം ഉപയോഗിച്ചു കഴിഞ്ഞപ്പം കാലിലെല്ലാം കറുത്ത് കരിവാളിച്ച്, എന്തായാലും കാലിന്റെ പത്തി കളഞ്ഞല്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാലും കാലിന് അതിൻ്റെതായ, നമുക്കൊരു മുള്ളു കൊണ്ടാൽ പോലും അതിന്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും വേദനയുള്ള ആൾക്ക്, ഇത് നമ്മുടെ മാതാവും മക്കളും ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ വേദന എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. വേറൊരാൾക്കാണ് അയ്യോ എന്നൊക്കെ എല്ലാവർക്കും ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്റെ അമ്മച്ചിക്ക് ഞാൻ കാലിൽ ആ തൈലം തേച്ചു കൊടുത്തു. എന്റെ അമ്മച്ചി വായും പൊളിച്ച് 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങി. അതാണ് നമുക്ക് കിട്ടിയ ഒന്നാമത്തെ റിസൾട്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ 3 ദിവസം നമ്മൾ ഈ തൈലം തേച്ച് കഴിഞ്ഞപ്പോഴത്തേന് മാറ്റമുണ്ട്. അപ്പൊ എന്റെ അത്തച്ചി പറഞ്ഞു, എന്തായാലും ഇത് തേച്ചിട്ട് ഇത്രയും മാറ്റം ഉണ്ടല്ലോ, എന്നാ നമുക്ക് ആ ക്രീമും കൂടി ഇടാം. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നു, ഇത് നമ്മുടെ വീട്ടിൽ വന്നേച്ച് അത് അഴിച്ചു കളഞ്ഞ് നമ്മൾ ഈ ക്രീം ഇടാൻ തുടങ്ങി, വൂണ്ട് ക്രീം ഇടാൻ തുടങ്ങി. രാത്രിയിൽ സന്ധ്യ നേരം 6 മണിക്കാണ് നമ്മളിത് കാലയിൽ അപ്ലൈ ചെയ്തെങ്കിൽ രാത്രിയിൽ ഒരു 2 മണിയായപ്പം അമ്മച്ചി സ്വന്തമായിട്ട് അടുത്ത് കസേര ഉണ്ടായിരുന്നു, ഒന്ന് മൂത്രം ഒഴിക്കാന്നും പറഞ്ഞ് എഴുന്നേറ്റാണ്. പക്ഷെ കാല് തട്ടി രക്തം കളം കെട്ടിയതുപോലെയാണ് കിടന്നത്. പക്ഷെ ആ സമയത്ത് എന്റെ അപ്പൻ ചെന്ന ആ കാലെടുത്ത് കൈവെള്ളക്കകത്ത് പിടിച്ചു നോക്കുമ്പോ വിടർന്നു നിന്ന കാല്, അതായത് മുറിവുകളെല്ലാം ഇങ്ങനെ വിടർന്നാ നിന്നത്. പക്ഷെ നമ്മുടെ 6 മണി മുതൽ 2 മണി വരെ ആ ക്രീം ഇരുന്നപ്പം ആ കാല് വിടർന്നു നിന്ന കാല് കൂമ്പി വന്നു. അതാണ് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ റിസൾട്ട്. ഇനിയിപ്പോ പുറകോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാനും ഇതിന്റെ മീറ്റിംഗ് കേൾക്കാൻ തുടങ്ങിയപ്പോ ഒരു ദിവസം സുമേഷ് സാറ് പറഞ്ഞു, ഇതിനകത്ത് ഡെയിലി 450 രൂപ മുതൽ 2,10,000 കിട്ടുന്നത്. എനിക്കൊരു അത്ഭുതമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഞാൻ അന്നേരപ്പം തന്നെ മ്യൂട്ട് ഓൺ ചെയ്ത് സാറിനോട് ചോദിച്ചു. സാർ എനിക്ക് പിന്നീട് അതിന്റെ സംശയം പറഞ്ഞു തന്നു. എന്തായാലും വരുമാനം കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റും കൊള്ളാം, എന്നാൽ ഇച്ചിരൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് വേണമല്ലോ നമുക്ക് കറ തീർന്നും മറ്റുള്ളവരോട് പറയാനായിട്ട്. അപ്പൊ എനിക്ക് ഈ ശ്വാസം മുട്ടല്, അലർജി, തുമ്മലോ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, നമുക്കും ആശ്വാസം കിട്ടി. വീട്ടിൽ 2 മക്കൾക്ക് ആ സമയത്ത് ബൈക്കിൽ നിന്ന് വീണ് ആക്സിഡന്റ് പറ്റി. അതായത് മുട്ടിന്റെ കുഴ വെച്ചാണ് മോൻ ഊരിപ്പോയത്. ബാൻഡേജ് ഒക്കെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് മെഡിക്കൽ കോളേജിൽ പറഞ്ഞു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. കൈ മാറോട് കെട്ടി 1 മാസത്തോളം കൈ മാറോട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അന്നേരം നമ്മുടെ നോവേദന ക്യാപ്സുള്, നാൽസിയോ ഒക്കെ കൊടുക്കുമായിരുന്നു. നമ്മുടെ ഇതിനകത്തെ ഫുഡ് സപ്ലിമെന്റ് എന്തായാലും മേടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് അറിയുവാണ്, ഇതിന്റെ റിസൾട്ട് അറിയുവാണ്. മോൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും 1 മാസത്തോളം കൈ മാറോട് കെട്ടി അത് അഴിക്കാൻ ചെന്നു. അത് അഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ മാറോട് ഇരുന്ന കൈ നമ്മുടെ ചാമ്പി തൈലം തേച്ചപ്പം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ആ കൈ ഏകദേശം ഒരു 85% നൂർന്നു. പക്ഷെ കാരണം എന്ന് വെച്ചാൽ 1 മാസം ഇരുന്ന കൈ നൂരണമെങ്കിൽ 1-2 ദിവസമൊക്കെ പിടിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കൊരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയാണ് അവിടെ ഒരു അതിശയം നടന്ന്. പിന്നെ തോരാതെ മറ്റുള്ളവരോട് പറഞ്ഞു, ഞങ്ങള് റോയ് സാറുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി, പലരോടും പറയാൻ തുടങ്ങി. അങ്ങനെ പോയാണ് എനിക്ക്, സത്യം പറഞ്ഞ പോയതല്ല, എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കൂടെ കിട്ടിയതാണ്. നമ്മുടെ നളിനി ടീച്ചർ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് എന്നോട് പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടോ, ഹസ്ബൻഡിന് വേരിക്കോസാ 40 വർഷമായെന്ന് പറഞ്ഞു. അതിനെ ടീച്ചറെ ഉണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കൊണ്ടു കൊടുക്കാൻ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ, അരൂര് വരെ എനിക്ക് കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് കോട്ടയത്ത് എന്റെ കൂട്ടത്തിൽ ഒരു ശോഭാ മേഡം ഉണ്ട്, ശോഭാ മേഡത്തിനെ വിളിച്ചു. എന്തായാലും കോട്ടയത്തു നിന്ന് പ്രോഡക്റ്റ് എടുത്തു. അന്ന് തന്നെ ശോഭാ മേഡം അവിടെ കൊണ്ടു കൊടുത്തു. നമ്മൾ ഏകദേശം ഒരു
ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തത്. എൻട്രി അടിച്ച് തന്നെയാണ് ടീച്ചർക്ക് കൊടുത്തത്. അതായത് ഡീറ്റോക്സ് സഹിതം ബ്ലഡ് പ്യൂരിഫൈഡ്, യൂറിഫ്രഷ്, ലിവാഗെ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ടീച്ചർ സാറിന് ഞാൻ വേരിക്കോസിന് കൊടുത്തത്. എന്തായാലും 40 വർഷത്തെ വേരിക്കോസ് ഞാന് ഞാനും സുമേഷ് സാറും എല്ലാം കൂടെ അവിടെ ചെന്നപ്പോഴേ ഒരു 15-30 ദിവസമായപ്പം മാറി എന്ന് പറയും. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ പറയുന്നു 15 ദിവസം കൊണ്ട് മാറും. നമുക്കൊന്നും വിശ്വസിക്കാൻ മേല. 40 പേർ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സംഗതിയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഒരു മാറ്റം കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴും പിന്നെ എല്ലാവർക്കും ഞാൻ നല്ലതുപോലെ എനിക്ക് ഷോപ്പിൽ സാധനം എടുത്തു വെക്കാൻ ആഴ്ചയിൽ ഒരു 10-25,000 രൂപയുടെ സാധനമൊക്കെ എടുത്തു വെക്കും. പക്ഷെ കൂടുതൽ ആൾക്കാരൊന്നും ജോയിനിങ് ചെയ്തില്ലേലും ഓരോരുത്തരുടെയും പേരിൽ എൻട്രി അടിച്ച് ഞാൻ സ്വന്തമായിട്ട് സാധനം വെക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ അങ്ങനെ എൻട്രി അടിച്ചിട്ട് കാര്യമില്ല. ഇത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും എൻട്രി അടിച്ചാൽ മതി. ആ എൻട്രികളെല്ലാം വെറുതെ പോകുമായിരുന്നു. എന്തായാലും എല്ലാ വീക്കിലും ഞാൻ നല്ലപോലെ കടയിൽ മറ്റുള്ളവരോട് ഒരു വൂണ്ട് ക്രീമെങ്കിലും എനിക്ക് ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. എന്തായാലും ഞാൻ ഷോപ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. നിരന്തരം നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നു. എനിക്ക് യാത്ര വേളയിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ എങ്ങനെയും ഇത് മുന്നോട്ട് കൊണ്ടുപോയി നമുക്കൊരു ഫിഗർ എന്ന് പറഞ്ഞാൽ 450 മുതൽ 2,10,000. അത് ഒരു ആഗ്രഹവും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും എന്റെ മക്കൾ എന്നെ കളിയാക്കും. എനിക്ക് ഇതിൽ കൂടി നേടാൻ പറ്റും. കാരണം നമ്മുടെ ലീഡർമാരെല്ലാം നേടിയത് നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ നമുക്ക് എന്താണ് കുഴപ്പം? നിരന്തരം മറ്റുള്ള ഒരു രോഗികൾക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റ് അല്ല, പക്ഷെ രോഗികൾക്ക് കൊടുത്ത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പടികൾ ചവിട്ടി കയറാൻ തുടങ്ങിയത്. ഞാനൊരു 3 പേർക്കാണ് ഹാർട്ട് ഓപ്പറേഷൻ ഈ പ്രോഡക്റ്റ് കൊടുത്തത്. ആ 3 പേരുടെ ഒന്ന് വികസനം, ഒന്ന് സുഷിരം, ചുരുങ്ങുക, ഇങ്ങനെ 3. അതായത് ഒന്ന് ഞങ്ങൾ റാന്നി കൊടുത്തു. ഒരു പാസ്റ്റർ ഫാമിലി ആയിരുന്നു. അപ്പൊ ആ ഫാമിലി സാറിന് വൈഫിന് തൊണ്ടയിൽ ഒരു 3-4 മുഴയാണ്. അതിൽ ഒരു മുഴയെ പിടിക്കുമ്പോഴത്തേന് തല കറങ്ങി താഴെ വീഴും. പോയവർക്ക് നോക്കാൻ പേടിയാ. നോക്കിക്കഴിഞ്ഞാൽ രോഗം വേറെ അവസ്ഥയിലേക്കല്ലേ. ഞങ്ങളെ ഒരാളുടെ അവസ്ഥ പറഞ്ഞാണ് അവിടെ ചെന്നപ്പോ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും മേലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. എന്തായാലും കൂട്ടത്തിൽ വന്ന റോയ് സാറും ശ്രീകല മേഡം പറഞ്ഞു വേണ്ട നമുക്ക് പോയേക്കാന്ന് പറഞ്ഞേ. എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റിനെ അതിഭയങ്കരമായിട്ട് വിശ്വാസം നമ്മൾ നെഞ്ചിലേറ്റി. ഇല്ല എന്നാ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്ക് ഇവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാം. 3/4 ലിറ്റർ വെള്ളമേ കുടിക്കത്തുള്ളൂ. പറഞ്ഞ പൈസ മുടക്കി നമ്മൾ ആ സാധനം കൊടുത്തത്. അവർക്ക് ഒറ്റ മാസം കൊണ്ട് അതിനൊരു വിടുതൽ കിട്ടി. അവര് ഗൾഫിലേക്ക് തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ ആ പൈസ കൊടുത്തിട്ടില്ല. അവരവിടെ സുഖമായിട്ട് നമ്മൾ വിളിച്ചു, ഇതിനായിട്ട് കൊടുത്തിട്ടില്ല, നാട്ടിൽ വരുമ്പോ തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും സാലി മേഡം വിശാല ഹൃദയമായതുകൊണ്ട് സാലി മേഡം പിന്നെ ഒന്നും പറഞ്ഞില്ല. അവരുടെ ക്യാൻസർ ആണ്. ആ ക്യാൻസറിനും അവർക്ക് വിടുതൽ കിട്ടി. നമ്മൾ ധാരാളം ക്യാൻസർ രോഗികൾക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. 4ാം സ്റ്റേജ് വരെ വരുന്നവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം. ഇപ്പൊ നമ്മുടെ കുഞ്ഞമ്മ മേഡം പറഞ്ഞ പോലെ അതാണ് ട്യൂമറും അതായത് ലീക്കും കൂടാണ്, ഫ്ലൂയിഡ് ലീക്കും കൂടാണ്. അവരെ ഒന്ന് സംസാരിക്കാൻ പോലും മേല, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും മേല. UK-ലാണ്. കുഞ്ഞമ്മ മേഡം ഫ്ലൂയിഡ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ നമുക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ 95 ആണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ നൗഷാണ് അതിനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി. അത് നമ്മുടെ സുമേഷ് സാറിനൊക്കെ അറിയാം. നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്നതിന്റെ തലേ ദിവസമായിരുന്നു ആ കോമ്പിനേഷൻ കൊടുത്തു വിട്ടത്. എന്തായാലും ഒരു 25,000 രൂപയുടെ പ്രോഡക്റ്റ് 15,000 രൂപ കൊറിയർ ഫീസുമായിട്ട് നമ്മളത് കൊടുത്തു. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം നമുക്കൊരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയാണ് അതിന് ആ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ കുഞ്ഞമ്മയുടെ 95 മാത്രമാണ് മേടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയപ്പോ 3 എണ്ണമാണ്. ഏതായാലും 95 എപ്പോഴും വീട്ടിൽ മാറാതെ കുഞ്ഞമ്മ മേഡത്തിന് ഇരിക്കട്ടെ. അതായത് നമ്മൾ എന്താണോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, നമുക്ക് റിസൾട്ട് എന്താണോ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ നിരന്തരം മറ്റുള്ളവർക്ക് കൊടുക്കും. നമ്മളിപ്പോ ഒരു വൂണ്ട് ക്രീം ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് വൂണ്ട് ക്രീം തന്നെ ആയിരിക്കും, അല്ലെ ചാമ്പിത്തനം തന്നെ ആയിരിക്കും, നോവേദന തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ 95 കൊടുത്തു കഴിഞ്ഞാൽ ആ 95 തന്നെ ആയിരിക്കും നിരന്തരം കൊടുക്കുന്നത്. നമ്മുടെ സജീവ് പാറയ്ക്കൽ സാറ് 95 ധാരാളം കൊടുത്ത വ്യക്തിയെ പറഞ്ഞിട്ട് അതുപോലെ ഒരു വ്യക്തിയായിട്ട് കുഞ്ഞമ്മ മേഡം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വരുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട. കുഞ്ഞമ്മ മേഡത്തിന് സത്യം പറഞ്ഞാൽ സ്ട്രോക്ക് വന്ന ഒരു വശമൊക്കെ പോയി, കണ്ണു അടഞ്ഞ് നടക്കാൻ മേല, മുട്ട് 2 ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഇരുന്ന അവസരത്തിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം നല്ല മിടുക്കിയായിട്ട് കുഞ്ഞമ്മ മേഡത്തിന് സംസാരിക്കാമെങ്കിൽ ഈ മീറ്റിംഗ് കേട്ട ആൾക്കാരെല്ലാവരും നിരന്തരം മറ്റുള്ളവർക്ക് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം, എൻട്രി അടിക്കാം.
എന്റെ ഹസ്ബൻഡ് ഞാൻ 2 വാക്ക് പറയാനായിട്ട് കൊടുക്കുന്നു. എന്നോട് എന്തോ പറയുന്നുണ്ട്, സ്വന്തമായിട്ട് പറയുന്നത്. ഗുഡ് മോർണിംഗ് സാറേ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ആ ട്യൂമർ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കേസാണ്. നമ്മൾ എവിടെയാണെങ്കിലും ആളിനെ നമുക്ക് തിരിച്ചു കിട്ടാൻ പാടാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോലും അവരുടെ എന്താണ് അവരുടെ മനസ്സ് തിരിച്ചു കിട്ടുമോ, അവരെ സ്വഭാവം നേരെ ഇതൊന്നും അറിയാൻ മേലാത്തടത്ത് ഞാനാണ് അതിനു വേണ്ടി ഒരു 14 പ്രൊഡക്റ്റ് ആണ് അവർക്ക് കൊടുത്ത് കോമ്പിനേഷൻ കൊടുത്ത്. എന്താണേലും ദൈവാധീനം കൊണ്ട് കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ട് ആളിന് മാറ്റം വന്നു. ആള് തിരിച്ചു വന്നു, നാട്ടിൽ വന്നു, മകളുടെ കല്യാണമോ അതൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് പോയി. അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഭയങ്കര, അതായത് ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി കുഴി കിടക്കുന്നവർ പോലെ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. അത് തീർച്ചയായിട്ടും യാതൊരു വിധത്തിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാം രാജാക്കന്മാരാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കൂട്ടുകളാണ് കൊടുക്കുന്നത്. ഇനി എനിക്ക് ഒരു റിസൾട്ട് കൂടെ പറയാനുള്ളത്, ഞാൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കും നമ്മളിത് ഉപയോഗിച്ചു. എന്റെ വീട്ടിലൊരു അണ്ണൻ താഴോട്ട് വീണു, തെങ്ങേന്ന് വീണു, അത് ചത്തതുപോലെ കിടക്കുകയാണ്. പുള്ളിക്കാരനത് എടുത്തോണ്ട് വന്നു, തിന്നെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ വെള്ളം ഒഴിച്ച് കഴുകിട്ട് ചാമ്പി തൈലം തേച്ചു. എന്നിട്ടൊരു കൊട്ടയ്ക്കടി കുറച്ച് നേരത്തിന് അടച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ അതിനെ ഒന്ന് എടുക്കാൻ ചെന്നപ്പം അത് പറന്നു പോയതുപോലെ ആയിപ്പോയി. അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്കായി. ഇനി സസ്യങ്ങൾക്ക് ഞാൻ എന്റെ ഷോപ്പില് സത്യം പറഞ്ഞാൽ അടുത്തൊരു പൊടിമില്ലാണ്, ഒരു 5 രൂപയുടെ കവർ മേടിക്കാൻ വന്നതാണ്. ഒരു ലേഡി വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ വരുന്നവരെല്ലാം കൂടുതൽ പറമ്പുകളുള്ളവരാണ്, അപ്പൊ കൃഷിയുള്ളവരാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയാലോ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അവരവരുടെ ഹസ്ബൻഡിനോട് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പിറ്റേ ദിവസം കടയിൽ വന്ന് ഞാനും റോയ് സാറും കൂടി ഇരുന്ന ഒരു കോമ്പിനേഷൻ, ഒരു 3 പ്രോഡക്റ്റേ കൊടുത്തുള്ളൂ. കാരണം അവർക്ക് ജാതി ഇഷ്ടം പോലെ നിപ്പുണ്ട്. വർഷങ്ങളായിട്ട് ജാതിയെ ഇതുവരെയായിട്ട് ജാതിക്ക ഉണ്ടായിട്ടില്ല. അതാണ് ഭയങ്കര ഒരു അതിശയം. ഒന്ന് ജാതിക്ക ഉണ്ടായാൽ മതി എന്നുള്ളത്. ഞാനൊരു 3 പ്രോഡക്റ്റേ കൊടുത്തുള്ളൂ. അത് കുറച്ച് പുള്ളി ഉപയോഗിച്ച് കഴിയുമ്പോൾ ധാരാളം ജാതി, പക്ഷെ കാറ്റ് വന്ന് എല്ലാം താഴെ വീടും, മെത്ത പോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് സങ്കടമുണ്ട്. ഇത്രയും വർഷം ഇല്ലാത്തത് നമുക്ക് ഉണ്ടായല്ലോ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്, ഇനിയും സാധനം ഇരിപ്പുണ്ട്, ഉപയോഗിക്കാം അങ്ങനെ പറഞ്ഞു. എന്തായാലും നമ്മൾ ഏത് പ്രോഡക്റ്റ് ആർക്ക് കൊടുത്താലും നമ്മുടെ ഹൃദയം കൊണ്ട് കൈന്നെടുത്ത് കൊടുക്കുന്നു. നാവ് പൊന്നുപോലെ ചാലിച്ച് എല്ലാവർക്കും നല്ല ബിസിനസ്സും നല്ല ജോയിനിങ്ങും നടക്കട്ടെ എന്ന് എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ കേട്ട എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞാൽ തീരാത്ത റിസൾട്ട്. ഒരു റിസൾട്ട് കൂടെ എന്റെ മോന്, സാറിന് അറിയാവുന്ന എന്റെ മോനെ പറ്റി, അവന് L4-L5 കംപ്ലൈന്റ്. നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് കണ്ട് സങ്കടം വന്നു. എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ 95 കൊടുത്തു, ചാമ്പിത്തയിലും നോവേദന ജെല്ലും കൂടെ തേച്ചു കൊടുത്തു. എനിക്ക് അതുകൊണ്ട് എന്റെ മോനെ ഓപ്പറേഷൻ ചെയ്യാതെ തിരിച്ച്, ഓപ്പറേഷൻ ചെയ്താല് ഡോക്ടർമാർക്ക് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്താ റിസൾട്ട് എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, എന്തും സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ അത് സാധനം കൊടുത്തില്ല. ഞാൻ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ വിശ്വസിച്ചു. എന്തായാലും എന്റെ മോൻ അന്ന് മുതൽ ഇന്ന് വരെ ദൈവാനുഗ്രഹത്താൽ സൂപ്പറായിട്ട് നടക്കുന്നു. ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്നു, ചാമ്പിത്തൈലം തേച്ച് കുളിക്കുന്നു. ആയിട്ടൊരു കുഴപ്പവും ഇല്ല. അതിന്റെ സമയമെല്ലാം നമ്മുടെ സുമേഷ് സാറിന് അറിയാം. അപ്പം ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സാറേ, നന്ദി, നമസ്കാരം. ജാതിക്ക് കൊടുത്ത പ്രോഡക്റ്റ് പറ. ജാതിക്ക് കൊടുത്ത ഫുവസ്ത്ര, ഗ്രോമാജിക്ക് ഒരു ലിക്വിഡാണ് കൊടുത്തത്. അത് റോയ് സാറാണ് കൊടുത്തത്. 3 പ്രോഡക്റ്റ്. ഗ്രോമാജിക്കും ഫുവസ്ത്രയും മാത്രം കൊടുത്താൽ മതി മാഡം. റോയ് സാറിന് ഇച്ചിരി കൂടെ അറിവുള്ളത് കൊണ്ടാണ് MI സ്പ്രേയോ അല്ല ഏതാണ് ഒരു പ്രോഡക്റ്റ് കൂടെ കുപ്പിക്കകത്ത് കൊടുത്തത്. 2 പ്രോഡക്റ്റ് കൊടുത്താൽ മതി. ഇത് 2 കൊടുക്കുമ്പോ തന്നെ ജാതിക്ക് നല്ല ഇതാ. ഞാൻ പിന്നെയും ധാരാളം ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രോമാജിക്കും ഫുവസ്ത്രം തന്നെയാണ് ഞാൻ പിന്നെ കൊടുത്തിരിക്കുന്ന എല്ലാ റിസൾട്ട് തന്നെ. കൃഷിക്കൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കാണ് രാമപുരത്തുനിന്ന് 21,900 ഒരു കപ്പയുടെ പറിച്ച ഒരു മൂട് അവര് തന്നത്. കാരണം എന്താ വെച്ചാൽ എന്റെ കടയിൽ വരുന്നവരോട് കൃഷിയുടെ കാര്യം പറയുമ്പോ 4 കിലോ കപ്പ, 5 കിലോ കപ്പ, ഭയങ്കര അതിശയം. അതൊക്കെ എന്തുവാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് 21,900 ഒരു മൂട് കപ്പയെന്ന് കിട്ടിയതാ. അത് ഫുവസ്ത്രയും ഗ്രോമാജിക്കുമാണ് ഇട്ട് കൊടുത്തത്. അപ്പം ഫുവസ്ത്രയും ഗ്രോമാജിക്കുമാണ് നമുക്ക് മെയിൻ ആയിട്ട്. പിന്നെ കൃഷിയുടെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അതിന്റെ കോമ്പിനേഷനൊക്കെ. അതിന് നമുക്ക് കൃഷി ക്ലാസ് മാസത്തിൽ 2 പ്രാവശ്യം ഉണ്ട്. നമുക്ക് അറിവ് ഇതിൽ കൂടിയാണ് കിട്ടുക. അപ്പൊ എല്ലാ മീറ്റിംഗിലും അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം സാറേ. ഓക്കെ. എല്ലാ ദിവസവും
നൈപുണ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ അഗ്രോയുടെ പ്രോഡക്റ്റുകളും മറ്റു കാര്യങ്ങളും അതിലെല്ലാം ഉപരി അതിന്റെ പുസ്തകങ്ങൾ യൂട്യൂബിന്റെ ചാനലുകളിലൂടെയും നമ്മുടെ എല്ലാ ലീഡേഴ്സിനും, പ്രത്യേകിച്ച് എല്ലാ ലീഡേഴ്സിനും, ഇത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും അത്യാവശ്യം എല്ലാ ഉൽപ്പന്നങ്ങളെ കുറിച്ചും വ്യക്തതയോടുകൂടി തന്നെ അറിയുവാൻ പറ്റുന്ന ഒരു അവസരം LV ബിസിനസ് ഗ്രൂപ്പ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകളും മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ കൂടുതൽ പറയാത്തത്. അപ്പം നമുക്ക് ഈ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ആദ്യം തന്നെ